ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയ ശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA-മാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA-മാർ വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA-മാർ വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA-മാർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000-ലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000-ലധികം വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ, അടിസ്ഥാന സൌകര്യ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി A. ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്. LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31-നകം പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. ജൂൺ 1-ന് സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ 4 യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSH സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തുദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധന യാത്രയുടെ ഭാഗമായി ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക് ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-നാണ് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30-ന് കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റു മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30-നാണ് കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15%, പ്ലാറ്റിനത്തിന്റേത് 15.4%-വുമായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് വില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,18,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609-ലും നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413-ലും വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.